ഇനിയാണ് ഇതിലെ മൂന്നാമത്തെ വശം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ എങ്ങനെയാണ് മതം വിട്ടേന്നുള്ളത്. ഞാൻ പറഞ്ഞു, സക്കാഫി പറഞ്ഞതാണ് ശരി. ഏതൊരു മുസ്ലിമിനെ നിങ്ങളെടുത്ത് വെച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവൻ ജനിച്ചു വീഴുന്നൊരു സുന്നി കുടുംബത്തിലാണ് എന്നുണ്ടെങ്കിൽ, അവൻ മതം വിടുന്നതിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും അവൻ ഈ പറയുന്ന മുജാഹിദ് ആശയത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഒരു ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് ഇ കെ സുന്നി എന്നാണ്. ഇ കെ സുന്നിയിൽ നിന്നും AP സുന്നിയിലൂടെ ഒരു ലേശം ഒന്ന് കടന്ന്, വാപ്പ മർക്കസിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ കുറച്ച് ലാഞ്ചനയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളുടെ തറവാട് തൃശ്ശൂരൊക്കെ ഉള്ളത് അതൊക്കെ ഇ കെ സുന്നി തന്നെയായിരുന്നു. പക്ഷേ ഇ കെ സുന്നി AP സുന്നി അവിടെ അടിയായിരുന്നു. അവിടെ വലിയ കത്തിക്കുത്തും പരിപാടിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് അതൊക്കെ വലിയ സംഭവം തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ നടന്ന് അതൊക്കെ കഴിഞ്ഞ് പെരുന്നാളിന് അവർ മറ്റേ മാസം ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളാണ് ഈ വാളും പരിചയമൊക്കെ. അതൊക്കെ സ്ഥിരം പരിപാടിയായിരുന്നു. നമ്മളതൊക്കെ ബദറാണെന്നാണ് നമ്മളൊക്കെ അന്ന് വിചാരിച്ചിരുന്നത്. എന്തോ ഇന്നൊക്കെ അത് ആലോചിക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. അങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരൊരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്തോ സമയം നിശ്ചയിച്ച് ഇത്ര വർഷം അവർ ഭരിക്കും, ഇപ്പുറത്ത് അത് കഴിയുമ്പോൾ അവർ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതി. അപ്പോൾ AP ഇ കെ സുന്നിയിലൂടെയാണ് നമ്മൾ ജനിച്ച് വളരുന്നതും മുന്നോട്ട് പോകുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ മദ്രസയിൽ ഒരു കുറച്ച് സമയം, പിന്നെ അതുകൂടാതെ സുന്നി മദ്രസയിൽ പഠിക്കുന്നു. അതും കഴിഞ്ഞ് മെയിനായിട്ട് നമ്മൾ പഠിച്ചത് മുഴുവൻ KNMൻ്റെ മദ്രസയിലാണ്, എന്ന് വെച്ചാൽ മുജാഹിദ് മദ്രസയിലാണ്. അപ്പോൾ ഈ മുജാഹിദ് മദ്രസയിൽ നമ്മൾ പോകുമ്പോൾ അതിലൂടെ പോയി പിന്നീട് നമ്മൾ ഈ സലഫി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടെ നിന്ന് സലഫി പള്ളികൾ തപ്പി നടന്ന്, സലഫി വെള്ളിയാഴ്ച ജുമാ മാത്രം തപ്പി നടന്ന് അതിൽ പോയി തലവെച്ച് അങ്ങനെ ആ പ്രസംഗങ്ങൾ കേട്ട് ഈ തീവ്രമായ ഇസ്ലാം തലയിലൂടെ കയറി ഇറങ്ങി അതിലെ മണ്ടത്തരങ്ങൾ പറയുന്നത്, കൂടുതൽ തീവ്രമായ സാധനങ്ങൾ പറയുന്നത് കേട്ട് ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നി ഇതെന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ ഒരു ലെവലിലേക്ക് വരുന്നു.